ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് വെറും 3 ചേരുവ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജിലേബിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് ജ്യൂസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജിലേബിയാണിത്. നമ്മൾ എല്ലാവരുടെ കയ്യിലുണ്ടാവുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ ഒരു ജിലേബി നല്ല ടേസ്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക നോക്കാം. ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിൽ 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 2 ഏലക്ക ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം കൂടി നോർമൽ വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ജിലേബിക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ റെഡ് കളർ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. റെഡ് അല്ലെങ്കിൽ യെല്ലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി ഒറ്റനൂൽ പരുവ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് ഹാഫ് സ്ട്രിങ് കൺസിസ്റ്റൻസി ആയി കിട്ടിയാൽ മതി. നല്ലപോലെ ലൂസ് ആവാനും പാടില്ല. ഈ ഒരു രീതിയിൽ ആയി കിട്ടിയാൽ മതി. അവസാനം ഇതിലേക്ക് ഒരു അര നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ വേണം, എന്നാലും നല്ല ഒരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല കട്ടിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കരുത്. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1-2 ടീസ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല കട്ടിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബാറ്റർ വേണ്ടത്. ഇത് ഇൻസ്റ്റൻറ്റ് ജിലേബിയാണ്. നമുക്ക് ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് ജിലേബിയായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ജിലേബിയുടെ ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സോസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം പൈപ്പിംഗ് ബാഗോ എന്തെങ്കിലും എടുക്കാം. സാധാരണ ബാഗിലൊരു ഹോളാക്കിയിട്ട് അങ്ങനെ എടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് മാവ് നിറച്ച് കൊടുക്കുകയാണ്. മൊത്തത്തിൽ ഞാൻ ഈ ഒരു ബോട്ടിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജിലേബി ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടാവരുത് കേട്ടോ ഓയിൽ. ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നാൽ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടും. നല്ല ചൂടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. ഞാൻ ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് ഡാർക്ക് ആക്കിയിട്ടുള്ള ആ ഒരു കളറൊന്നും ആയി കിട്ടിയൊന്നും വേണ്ട. ഒന്ന് കുക്കായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നാൽ മാത്രം മതി. അപ്പോൾ തന്നെ നമുക്കിത് ഈ ഒരു എണ്ണയിൽ നിന്ന് എടുക്കാം. എണ്ണയിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് നമ്മൾ ഷുഗർ സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത ജിലേബി ആവുന്നത് വരെ ഇത് ഷുഗർ സിറപ്പിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കും. അപ്പോഴേക്കും ഇത് ഷുഗർ കുടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ഷുഗർ സിറപ്പ് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈമൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ചെയ്തോളും. അടുത്ത ബാച്ച് ഉണ്ടാകുന്ന ഒരു 5 മിനിറ്റ് വരെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെച്ചാൽ മതി. ഇതുപോലെ തന്നെ അടുത്ത ബാച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ ഒരു 10-12 ജിലേബിയോളം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടും പിന്നെ ആ ഒരു ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ജിലേബി തന്നെയാണ്. അപ്പോൾ എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക്